അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ? ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എവിടെയാണ് പോകുന്നതെന്നൊന്നും പറയുന്നില്ല, ചുമ്മാ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. നാളെ തിരിച്ച് സീതത്തോട് പോവും. നമ്മുടെ വണ്ടി കിടക്കുന്നു, നമ്മുടെ ചെളിവരൻ്റെ വണ്ടി. ഞാൻ ഇന്ന് വളരെ സന്തോഷമാണ്. സങ്കടപ്പെട്ടിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണേൽ പറയാം, എൻ്റെ സന്തോഷത്തിന് കാരണം ഇക്കിഹായ്. ഇക്കിഹായ് എന്താണെന്ന് വേണ്ടവർ സെർച്ച് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നൊരു 90% ആൾക്കാർക്കും അറിയായിരിക്കും. പലതവണ അതുമായി പലതവണ അതുമായിട്ട് കൂട്ടുകൂടാൻ അവസരം കിട്ടിയിട്ടും ഞാൻ മാറ്റി വെച്ചിരുന്നു. പക്ഷേ ഇന്നലെ കുഞ്ഞാവ കാരണം ഇക്കിഹായ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇവിടെ ആടിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോവുക. എന്താ ആടേ, നിനക്കൊരു നാണം? അമ്മയുടെ ആടും. ആ, ഓട്ടോയെ കയറ്റിക്കൊണ്ടു. ആരും കൂടെ? അമ്മ കൂടെ പോവോ? ഇവിടെ അടുത്താ? അച്ഛ വിളിച്ചോണ്ടിരിക്കുന്നു. ദിനിലെന്തിനാ? നിങ്ങളിവിടെ പുൽപ്പുള്ളി വരെ വരുന്നുണ്ട്. അവനാ വെല്ലുമിത്തിന് കിട്ടിപ്പോ ഇത് ചെമ്പരത്തി തിന്നുവോ ആട്? അങ്ങനെയാണെ ഇവിടെ തീറ്റയ്ക്ക് പഞ്ഞമില്ലല്ലോ. തിരിച്ചിക്ക് പഞ്ഞമില്ല, പക്ഷെ ഇത് ഒരുപാട് കൊടുക്കത്തില്ല. അയറാൻ കിട്ടില്ല തിരിച്ച്. കൊഴുപ്പ് ഇത്തിരിയൊക്കെ കൊടുക്കും. നല്ല പച്ചിച്ച് വരുന്നുണ്ടോ? 2 മാസം ഞാൻ നോക്കിയിരുന്നു. കുവിയുടെ കൂട്ടാ. ഇപ്പൊ പ്രസവിക്കും. നാള് കുറച്ചായി മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്നു കള്ളി. ആടിനെ വണ്ടിയെ കയറ്റുന്നേ നമുക്ക് കാണാം. ആടെ മട്ടനാവണ്ടെങ്കിൽ നീ പോയി ആ മുട്ടനെ കണ്ടിട്ട് വാ. കുഞ്ഞാ നോക്ക, അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നേ. ഇപ്പൊ ഓടിച്ചിട്ട് തള്ള കൊടുത്തേ. അമ്മ എക്സ്പീരിയൻസ് വലത് കാല് വെച്ച് കേറും മോളെ. ഇതൊക്കെ അമ്മയ്ക്ക് എന്ത്. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന, സന്തോഷത്തോടെ നമ്മളെ കാണുന്ന എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാൻ കുറച്ചപ്പുറം വരെ പോവാണ്. നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. പോയിട്ട് വരാം. പിന്നെ നമ്മളിങ്ങനെ ചിലർക്കൊക്കെ മറുപടി കൊടുക്കാനിരുന്നാൽ നമുക്കതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അല്ലേ. ഏറ്റവും നല്ലത് എനിക്കിപ്പോൾ തോന്നുന്നത് എന്താ പറയുക, ഏറ്റവും നല്ലതെന്ന് പറയുമോ, വിട്ടേക്കുക. അവരിങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. നമുക്ക് നമ്മുടേതായ കാര്യമുണ്ട്, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രശ്നം. ശരിയാണ്, ഞാൻ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മനസ്സ് പോയി, ഞാൻ തോറ്റുപോയി എന്ന് ഞാൻ ധൈര്യമായി സമ്മതിച്ച് തരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തോറ്റിട്ടില്ലെന്നല്ല, ഞാൻ മനസ്സോട് ഞാൻ തോറ്റുപോയി. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണം. അല്ലെ ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയി, ഇനി എനിക്ക് മുന്നോട്ടൊന്നും ഇല്ല എന്നൊരു തോന്നലൊരു ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ തോറ്റു, ഇനി അങ്ങോട്ടൊന്നും ഇല്ല. സാധാരണ ഈ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്ന ചില വിഡ്ഢികളാണ് ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ തോൽക്കാനുണ്ടായ കാരണം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ജീവിതം ഈ സെൽഫ് ലവ് എന്ന് പറയത്തില്ല, ഇനി ഞാൻ എന്നെ തന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് കുറച്ചു കാലം മുന്നോട്ട് പോട്ടെ. സാധാരണയാണ് ഞാൻ പറയാം എത്ര ദിവസം അങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ പറയൂല. എനിക്കറിയാം ഞാൻ നടത്തും നല്ല രീതിയിൽ. അപ്പം എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. എത്ര വിഷമം ഉണ്ടെങ്കിലും സന്തോഷമായിട്ടിരിക്കുക. അത് പറയല്ലേ. എൻ്റെ ഇക്കിക ഇതേ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ സന്തോഷത്തിന്റെ കാരണം ഇക്കിഗായാണ്. അതാ ഇപ്പൊ എന്തായാലും ആരെങ്കിലുമൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും ഞാൻ എന്നെ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട്. ഇന്നലെ എനിക്ക് 19 പുസ്തകം കുഞ്ഞാവ എനിക്ക് തന്നു, ഗിഫ്റ്റായിട്ട് തന്നു, വാങ്ങി തന്നു, വായിക്കാൻ പറഞ്ഞു. വായിച്ചു തുടങ്ങിയപ്പം
പിന്നെ വായനയും കൂടെ വായന എൻ്റെ ഒരു പ്രത്യേകത തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി ഭയങ്കരമായിട്ടായിരിക്കും. അപ്പം ഞാൻ വായിച്ച് രാവിലെ ഒരാളെ സന്തോഷിപ്പിക്കാൻ പോയിട്ട് നല്ല രീതിയിൽ ചീറ്റിട്ട് വന്നതാണ്. എന്താ എന്റെ പ്രത്യേകത? ചേച്ചി തന്നെയാണ്. ഓ താങ്ക് യു. കണ്ടോ, നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങിയ നമുക്ക് ഡയറി വർക്കിന്റെ കവറും കിട്ടും, ഒരു കഷ്ണവും കിട്ടും. ആ വേണ്ട ബുക്സ്. ആർക്ക് ഏത് ബുക്സ് ആണെന്നും വേണം. അതായത് ആരുടെയെങ്കിലും കയ്യില് നിങ്ങൾ വായിച്ച മോട്ടിവേഷണൽ, ഇൻസ്പിറേഷണൽ എന്തെങ്കിലും ടൈപ്പ് ബുക്ക്, എനിക്കതാ ഇഷ്ടം കേട്ടോ. എല്ലാ ജേണറും ഏത് ടൈപ്പും ബുക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വെറുതെ പൊടി അടിച്ച് ഒരാവശ്യമില്ലാണ്ട് കിടക്കുകയാണെങ്കിൽ ദയവായിട്ട് അയച്ചു തന്നാൽ വളരെ സന്തോഷമായിരിക്കും. ബോർഡിൽ അഡ്രസ് ഉണ്ട്. അയച്ചു തന്നാൽ വളരെ വളരെ സന്തോഷമാണ്. ഇനി ആർക്കെങ്കിലും നല്ല നല്ല ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാനത് വായിക്കണം എന്നോ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഉപദേശമായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം ഇന്ന ബുക്ക് വായിക്കി എന്ന്. ഒരു സമയം ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു. യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഫോൺ അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പിന്നെ വായിക്കുന്ന എല്ലാം ഈ ബുക്ക്, ഈ ജേണല്, പത്രമാണെങ്കിൽ പോലും വല്ലപ്പോഴും നമ്മൾ ഇതിനകത്ത് കാണുന്നതാണ് കൂടുതലും വായിക്കുന്നത്. അപ്പൊ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു ബുക്കിന്റെ പേപ്പർ കിട്ടിയാൽ വായിക്കാൻ തോന്നൂല. അപ്പൊ ഓർമ്മശക്തിക്ക് വല്ലാതെ അത് ബാധിക്കുന്നു. എനിക്ക് വല്ലാണ്ട് വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു ബുക്കോ, ഒരു സാധാരണ ബുക്ക് വായിക്കുന്ന ഉടനെ ഞാൻ വായിച്ചു കഴിയുമ്പോൾ എന്താ വായിച്ചെന്ന് എനിക്ക് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഫോണിലാണെങ്കിൽ പെട്ടെന്ന് കണ്ട എത്ര മണിക്കൂർ വേണേലും എത്ര നാൾ വേണേലും എൻ്റെ അതേ സംഭവം എൻ്റെ തലച്ചോറ് നിൽക്കും. അപ്പൊ ആ ചിന്താഗതി മാറണം. ഫോണിന്റെ ഉപയോഗം ഒക്കെ കുറയണമെങ്കിൽ ബുക്ക് വായനയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകും. എനിക്ക് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ആരോടെങ്കിലും ഒക്കെ ചോദിക്കും, ലാസ്റ്റ് കരയുന്നതാണോ എനിക്ക് വേണ്ട, പേടിപ്പിക്കുന്നതാണോ എനിക്ക് വേണ്ട, എനിക്ക് സന്തോഷമായിട്ട് അവസാനിക്കണം, അല്ലെങ്കിൽ നല്ല മോട്ടിവേഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല ധൈര്യം തരണം, അങ്ങനെയുള്ളതൊക്കെ. കരയുന്നത് എനിക്ക് പ്രേമകഥകൾ ഒട്ടും വേണ്ട. പ്രേമിച്ച് അവസാനം എനിക്ക് പൈങ്കിളി കഥകൾ വേണ്ട. അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ടൈപ്പും ഇവിടെ എല്ലാം എടുക്കും. ഇനിയിപ്പോ ഹിസ്റ്റോറിക്കൽ, ഐ മീൻ ഈ എന്താ പറയാ, ഈ രാമായണത്തെ പോലെയുള്ള അതുപോലുള്ള കഥകളാകാം, പുരാണ കഥകളാകാം. അതെന്താ ഞങ്ങളുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഇത് ഒരു കളക്ഷൻ ആക്കിയിട്ട് നാളെ വേണ്ട മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു വായിക്കണം എന്നൊരു താല്പര്യം തോന്നുന്നവർക്ക് നമ്മുടെ അടുത്ത് വന്ന് വായിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ലൈബ്രറി നമ്മളത് ഉണ്ടാക്കും. ആർക്കും വന്ന് ബുക്ക് എടുത്തിട്ട് പോണെങ്കിൽ അങ്ങനെ പരമാവധി അവിടെ ഇരുന്ന് വായിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ പുതിയ വീട് വെക്കുന്ന കാലത്ത് ഉണ്ടാവും. അപ്പൊ ആ കൂട്ടത്തില് ഇനിയിപ്പോ റിസർച്ചുകളായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ അയക്കാം. കാരണം നാളെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരുന്ന് അതും ചെയ്യാം. അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ട്. NCERT ഒന്നും അയക്കണ്ട കേട്ടോ. വീട്ടിൽ പൊടി പിടിച്ച് കിടക്കാന്ന് പറഞ്ഞു. എന്റെ പിന്നെ 6 തൊട്ട് +2 വരെയുള്ള എല്ലാ NCERT എന്റെ ഉണ്ട്. എല്ലാ സബ്ജക്റ്റും ഇപ്പൊ ഒരു കളക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താല് നമ്മുടെ വീട് പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ലൈബ്രറി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുണ്ടാക്കാം. അതിൽ നിങ്ങൾ എല്ലാവരും അതിലൊരു മെമ്പറാണ്. ആർക്ക് വേണേലും വന്നിരുന്ന് വായിക്കാം. അങ്ങനെ ഒരു താല്പര്യം ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ പോലെ പറ്റുന്ന സഹായിക്കും. നമ്മുടെ അടുത്ത തലമുറയിലൊക്കെ വായിക്കണം. നമ്മളെ കൊണ്ട് മാത്രം അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ബുക്ക് സജസ്റ്റ് ചെയ്താൽ നമ്മൾ വാങ്ങിച്ചോളൂ. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അയച്ചു തട്ടുമ്പുറത്തൊക്കെ ഉണ്ടാവൂലോ പണ്ട് വായിച്ചിട്ട് ഇനി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പെട്ടിക്കാത്തോ കാർബോർഡ്. ചില വീട്ടിലാണെങ്കിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പേപ്പർ കീറി കത്തിക്കത്തില്ലേ, അങ്ങനെയൊക്കെ കിടക്കുന്ന ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നോട്ട് ബുക്ക് വായിക്കല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അച്ചാച്ചിയെ കൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അച്ചാച്ചി അമ്മ ഞങ്ങൾ എല്ലാവരും കൂടെ, അച്ചാച്ചിയുടെ അമ്മയും പെങ്ങളും എവിടെയാണോ അടക്കിയേക്കുന്നത് അവിടെ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ കാരണം ഇപ്പൊ പോകുന്നത് സേഫ് ആണോ അല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. പോയിട്ട് സേഫായിട്ട് തിരിച്ചു വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എവിടെ എന്ത്, കാരണം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ചില ബന്ധങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മൾ അതിനെപ്പറ്റി കാര്യമായിട്ട് പറയണ്ട. പിന്നെ ചില ഇലക്ഷന്റെ കാര്യങ്ങളും ഒക്കെ കങ്കടങ്ങളൊക്കെ ഇതെല്ലാം ഉണ്ടല്ലോ. ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഒരു പ്രശ്നം ഉണ്ടാവാനും സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് സേഫ് ആണോ അല്ലയോ എന്നുള്ളത് ദയവായിട്ട് കമന്റ് ചെയ്യുക. കാരണം നമുക്ക് പോവാം, കാര്യങ്ങളൊക്കെ കാണാം, വീഡിയോ എടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ആ ജമ്മുല ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുന്നേ വരെ നമ്മൾ May 1 പോകാനിരുന്നവരാ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജമ്മുലോട്ടല്ല പോകുന്നത്. എങ്കിൽ പോലും രാജ്യമല്ലേ, എല്ലാം ഒന്നിച്ചിങ്ങനെ കിടക്കുകയല്ലേ, എവിടെ എന്ത് വേണമെങ്കിലും
അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഇതിന്റെ ചുമ്മാ പറഞ്ഞായിരിക്കും ചിലപ്പോ. അച്ചു എന്നെ വിളിച്ചോണ്ടിരിക്കുക, ഇറങ്ങിയോന്ന്. ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ അല്ലടാ എന്നെ പറ്റിക്കുന്നേ, 10 മിനിറ്റ് വരാം 5 മിനിറ്റിൽ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചു. അപ്പൊ ഞങ്ങൾ പോയിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. വേറെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് പേരോടുള്ള മറുപടിയായിട്ട് പറയാനുണ്ട്. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിലല്ല, ഇത് വേറെ ചാനൽ വഴി വേണ്ട. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സന്തോഷങ്ങൾ മാത്രമേ ഇനി കണ്ടാൽ ഇനി അങ്ങനെ നമ്മൾ സങ്കടം ആരും അങ്ങനെ കാണണ്ട അല്ലേ. ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷമായില്ലേ, അതുപോലെ നിങ്ങളും സന്തോഷിക്കൂ. ബാക്കിയൊക്കെ വിടും. ഓരോ ദിവസവും ഓരോ ലക്ഷ്യം കണ്ടെത്തൂ. അങ്ങനെ മതി. ഇന്ന് കിടക്കുമ്പോൾ വിചാരിക്കണം നാളെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ നാളെ സന്തോഷിക്കാം. അതാണ് ഇപ്പോഴത്തെ തലേന്ന് എൻ്റെ ചിന്ത. ശരി, അപ്പോഴേ പാത്തു റെഡി ആയിട്ടിരിക്കുക. ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞു. പാത്തു മോനെ, എൻ്റെ താറാപ്പിള്ളേരെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. പാത്തുന്ന ഒരു കള്ളി പാത്തു. എല്ലാവർക്കും തരും ഇപ്പം, ഓരോന്നിനെ പിടിച്ച്. അയ്യാടാ, അമ്മേൻ്റെ പൊന്നിന് ഇതൊന്നും വേണ്ടെന്നാടി. അമ്മയുടെ സുന്ദരിയല്ലേ നീ? അമ്മയുടെ സുന്ദരി നീയാണോ അമ്മയുടെ സുന്ദരി? അമ്മയുടെ നീലക്കണ്ണല്ലേ സുന്ദരി? ആരാ ഈ കണ്ണൊന്ന് എഴുതിക്കോട്ടെ അമ്മ കണ്ണെഴുതി പൊട്ടും തൊട്ട് സുന്ദരിയാക്കട്ടെ, അടങ്ങിയിരിക്കുമോ? ഉടുപ്പ് പിടിക്കാം. ഞങ്ങൾ എവിടെ പോവാന്നറിയാവോ? ഹം കിധർ ജാരെ അറിയാവോ? ഞങ്ങൾ അങ്കനവാടിയിൽ പോവുകയാണ്. കൂടെ ഞാനും. എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ പോകണം, അതുകൊണ്ട് ഞാൻ പോവാം. ഞാൻ താഴെ വന്ന് ഗേറ്റ് തുറന്നാൽ മതിയോ? കിടോടെ പോവാ. മണിയണ്ണൻ്റെ പൈപ്പ് പൊട്ടി. നമുക്ക് കുളിച്ചു പോവാം. ഞാനും കയറാം. ഇവിടെ അങ്കമാടിയിൽ എന്തോ പരിപാടി? വെള്ളം നനഞ്ഞു പോവാണ്. ഇതൊന്ന് ഗേറ്റ് വർക്ക് അറിയോ? നടക്കുന്നത് എങ്ങനെ നോക്കട്ടെ. പുത്തച്ചു അത് കാണിക്കാൻ കൊണ്ടുപോവാ. ഇത് കൈവിട്ടെ ആന്നാ. അപ്പ ഇടയ്ക്കടാ വിട്ടാ പൊന്നത്ര ആയില്ല. പക്ഷെ പോകത്തില്ല കേട്ടോ, അവൻ അടച്ചതൊക്കെ ഓക്കെയാ, അത് പോകൂല. നീ വണ്ടി കഴിക്കോ? ഈ മുഖത്തെന്താ പറ്റിയാ? എന്തോ അറ പറ്റിയതാ. എന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണം. കുറച്ച് വിത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിടത്തെ. അപ്പൊ ആ വിത്ത് വരുന്നുണ്ട്, അതെടുത്തിട്ട് വരണം. വഴി പറഞ്ഞു കൊടുക്കണേ മാമനെ. എങ്ങനെയാ പോണ്ടേ? കരയവരുത്. ഇപ്പൊ കിടു കരയത്തില്ലല്ലേ? തന്നെയൊക്കെ ഇറങ്ങുവോ? അപ്പൊ വീഴോടാ. അപ്പക്ക് പേടിയുണ്ട് കേട്ടോ. അപ്പം കൂടെ അങ്ങോട്ട് വരുമല്ലേ? എങ്ങനെ അങ്ങനെ പിടിച്ചു വരണം? അപ്പൊ വീഴുവോ? അയ്യോ, എനിക്ക് പേടിയാ. കണ്ടു. അയ്യോ, എനിക്ക് പേടിയാ ഇവിടെ നിന്ന് ഇറങ്ങാൻ. എനിക്ക് പേടിയാ. ഓ എന്റെ ദൈവമേ,
വയസ്സാം കാലത്ത് തന്നെ ഇതുപോലെ നോക്കിയാൽ മതിയായിരുന്നു. അല്ല, എന്നെ സ്റ്റെപ്പറക്കുമായിരുന്നു കയ്യെ പിടിച്ച്. ടീച്ചറിന്റെ പുതിയ ഷൂ ഒക്കെ കാണിക്കേ. നിക്കർ പുതിയത്, ഉടുപ്പ് പുതിയത്, ഷൂ പുതിയത്, വാച്ച് പഴയത്, ബാഗ് വലിയ പഴക്കമില്ല. ആ, ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നു. ശരി, പോട്ടെ മക്കളെ, പോയിട്ട് വരാവേ. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് കാണിച്ചു തരാട്ടോ. കാണുന്നതാണ് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ്. നമ്മുടെ സീതത്തോട് പാലം. ഇത് വെച്ചോ, ABC ചേച്ചി കളിക്കുക. കിടുവിന് വേണ്ടി മാമൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സോബൻ. ആദ്യമേ മാങ്ങ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് ഫ്രീസ് ആകുമ്പോൾ ആവശ്യത്തിന് ഉപ്പൊന്നും വേണ്ട. മധുരത്തിന് തേനോ അല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും ഇട്ടിട്ട് കിടു തിന്നുവോ? കല്ല് പോലെ ഇരിക്കുന്ന സാധനമല്ല, കല്ല് പോലെ അങ്ങനെ വെക്കുമല്ല. ഇത് എന്നിട്ട് ഫ്രീസർ മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുക്കും. കുറച്ച് പാൽ ഒഴിച്ചിട്ട്, പാൽ വേണമെന്നില്ല, പിന്നെ കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല. പാൽ ഒഴിച്ച് മിക്സാക്കി കുറച്ച് തേന എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് മധുരമാക്കിയിട്ട് വേണമെങ്കിൽ അപ്പം തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി ഫ്രീസറിൽ വെച്ച് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം നീ ചെത്തുന്നത് തന്നെ അണ്ണാണി തിന്നോളൂ. എടാ കിച്ചുവേ, സൗണ്ട് കുറയ്ക്കടാ. ബാത്റൂമിൽ പാട്ടം വെച്ച് എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു പണി. കൂടുതലുണ്ടാവും കേട്ടോ. സാരമില്ല. എൻ്റെ അച്ചാച്ചി ABC പഠിക്കുന്നത്. ഇതുണ്ടാക്കുന്നല്ല, ഇതൊരാൾ അയച്ചു തന്നതാ. എനിക്ക് മാങ്ങാക്കറി കഴിക്കാൻ ഈ മാങ്ങാക്കറി എനിക്ക് മാങ്ങ നമ്മളിങ്ങനെ പീസായിട്ട് പുളി എടുക്കുക, എന്നിട്ട് ഒരു കോണി നേരം തിന്നുക. അപ്പം ഞാൻ ഇന്ന് മുതലാവൂല കേട്ടാ. ഞാൻ ചോറ് കഴിക്കാൻ പോവാ. എന്നിട്ട് ഞങ്ങൾ 3 മണിയാകുമ്പോൾ പോവും. ഉമ്മച്ചനെ കൊണ്ടുവരണം, പാത്തുവിനെയും ജാനുവിനെയും കോക്കോയും ഗ്രൂമിങ്ങിനും കൊണ്ടുപോകണം. എന്തോ മാങ്ങയാ? ഈ മാങ്ങ ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇതല്ലല്ലോ. എനിക്കെങ്ങാനും കോപ്പിറൈറ്റ് കിട്ടിയ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന ആ പാട്ടുകാരനെ ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും കുറച്ചു നേരം, മാത്രമേ ഉള്ളൂ. വീഡിയോ കോൾ അല്ലെങ്കിൽ മാത്രമേ അവനൊരു പ്രശ്നമുള്ളൂ. ലൈറ്റില്ലാതെ എന്നാണ് അറക്കപ്പൊടി വാരാൻ പോയതാ. ബാക്കി വാഹനം പൊളിച്ചാലോ? ലൈറ്റ് ഇട്ട് കൊടുത്തേര്. ഞാനും പോയി കിടന്ന് ഉറങ്ങാൻ പോകുന്നവരെ. ഇതെന്ത് ചെയ്യാൻ പോവാ? ഇതെന്നിട്ട് ഫ്രിഡ്ജ് വെക്കുക, അത്രയല്ല ഉള്ളോ? ഇതതിനല്ല, ഇത് കിടൂന് ഐസ്ക്രീം ഉണ്ടാക്കാം. കിടൂന് ഐസ്ക്രീം ഉണ്ടാക്കുക. കിടു ചോദിച്ചു, മാമ തിന്നാൻ കൊള്ളാവോ മാമ? തിന്നാൻ കൊള്ളുന്ന ഐസ്ക്രീം ആണോ മാമ? അവനോർത്തവൻ കളിപ്പാട്ടൊക്കെ തന്നെ. ഇന്ന് നീ ഐസ്ക്രീം ഉണ്ടാക്കിയത് തന്നെ. കഴിഞ്ഞ വർഷം വീട്ടിലെ മാവേല് മാങ്ങ ഇല കാണിച്ചത് അതുപോലെ മാങ്ങയായിരുന്നു. അങ്ങോട്ട് വന്നിരുന്നു ഒതുക്കി കുറച്ച് മാങ്ങ എല്ലാം. സത്യം എന്റെ പൊന്നടി പുറത്തിട്ട ഞാൻ ഭയങ്കര മാങ്ങ. ഒരു മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആയിരുന്നല്ലേ, ഉപ്പുമില്ല, എരിവില്ല, പുളിയില്ല, മധുരമില്ല, മാങ്ങായതുകൊണ്ട് ഇപ്പൊ മണിയമ്മ കഷ്ടപ്പെട്ട് കൈകൊണ്ട് പറിച്ച് വെച്ചാ. ഞാൻ ഒരു മണിയമ്മക്ക് സങ്കടമായാലോ. മണിയമ്മ എങ്ങനെ ഉണ്ടെന്നോ? സൂപ്പറാണ്. മാങ്ങയ്ക്ക് എത്ര എരിയായിരുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം അതിനകത്ത് എരി വന്ന് പോയ കെട്ടിയാണ്. വീഡിയോ മണിയമ്മ നിങ്ങൾ കേട്ടാൻ കിട്ടും. മണിയമ്മ മരുമാനെ ചീത്ത പറഞ്ഞു. അത് തമ്പനയിലും തന്നു. കൊടുക്കണം ചോദിച്ചിരിക്കുന്നതിന് ആയിക്കോട്ടെ. വീഡിയോ സുഹൃത്തുക്കളാണ് ആര്? എന്നെ പോലത്തെ പരിപാടി.
പിന്നെ ഇത് ഐസ്ക്രീമിന് തികയണമെങ്കിൽ നീ അപ്പുറമെങ്ങാനും പോണം. എനിക്ക് അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഞങ്ങൾ ആരൊക്കെയുണ്ട്? ഞാന്, എൻ്റെ മടിയിൽ ഒരു കൊച്ച് ഇവിടെ കിടന്ന് എല്ല് കാരുക, നമ്മൾ മേടിക്കുന്ന പാക്കറ്റിലെ എല്ലില്ലേ. പിന്നെ കിടുചേട്ടനുണ്ട്, അണ്ണാണിയുണ്ട്, അമ്മുണ്ട്. അമ്മുന്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്. ആ മൊടിക്കിലിരിക്കുന്ന കുഞ്ഞിനൊന്ന് കാണിച്ചു കൊടുത്തേ. ജോസ് പ്രകാശിന്റെ വായിൽ എന്തോ ഒരു സാധനം എടുത്തു. കൊച്ചിന്റെ എല്ല് ഈ ചാച്ചനെടുക്കും അല്ലേ? മോൻ പിടിച്ചോ, ഇത് വലിച്ചോണ്ടിരുന്നു. ജാനു ജാനു കളഞ്ഞു. പരാതി പറയുന്നുണ്ട് അവിടെ. ഉമ്മച്ചൻ അതേണ്ട ഉമ്മച്ചൻ പോ. അയ്യോ ഓടേക്ക് മാറിക്ക് മാറിക്ക്. അതന്ന് പല്ല് കൊണ്ട് പറഞ്ഞു. പാത്തു പാത്തു വേണ്ട മുടി രാമ കളഞ്ഞ പള്ള വെച്ചാൽ വേറെന്താ സാധനം. ഉമ്മച്ചോ പാത്തു 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 പാത്തു. അയ്യാ കഷ്ടം അതിന്റെ മുഖം നോക്ക്. അത് അജയ് മാമനല്ല, ഉറങ്ങി എണീറ്റ്. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ആശുപത്രിയിൽ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചായ കിട്ടുന്നതാണ്. നമ്മൾ ഈ സ്വിച്ചിൽ ഞെക്കിയാൽ നമുക്ക് ഇങ്ങനെ ചായ കിട്ടും. വരുന്നവർക്ക് ചായ ഒന്നുകൂടെ നിൽക്കാതെ ഒരു ഗ്ലാസ് വേണം. വന്നില്ലെങ്കിൽ വാഴാതെ വാഴവേ വാഴവേ നല്ല വാഴപ്പാട്ട്. ഒന്നുമില്ല അമ്മ, ദേ നിനക്കായി കോഫി കൊണ്ടുവച്ചിരിക്കുന്നു. ഇവിടെ ഫ്രീ ആവാ, നമുക്ക് കുറച്ച് ഏറെ കുടിക്കാം. ഇവിടെ ചായക്കാകണം മലച്ചേ. സുന്ദരി ബൻകൈ കിതറേ ബാലരമ കിടു കളിക്കൊടുക്ക താളിരുകൾ.
ഫോൺ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ബാലരമ വായിച്ചോളൂ. അണ്ണാടി കൂടെ കുറച്ച് കഥ പറഞ്ഞോളൂ. അണ്ണാടി വേണോ ബാലരമ? ഇത് വേണോ? കളിക്കുടുക്ക വേണോ? ഇടുവെന്നൊന്നും വേണ്ട, അത് ഫോൺ ഇട്ട് കൊടുക്കുന്നു. അതിന് കുറേ നേരം മിണ്ടാണ്ട് അടങ്ങിയിരുന്നു. ആ അത് കറക്റ്റാ, ഇതതിലും കറക്റ്റാ. ഇത് ബാലരമ. മോൻ്റെ ഏതാടാ? മോൻ്റെ മായാവിയോ? മായാവിയാ? ആ ശരിയാ, കറക്റ്റാ. എല്ലാവരോടും ഗുഡ് മോർണിംഗ്. ഞാൻ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ കേട്ടാ. തുമ്മി വയ്യ. തണുപ്പുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ അടുത്ത ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ബുക്കാട്ടോ. രാവിലെ എണീറ്റ് മൊബൈൽ നോക്കുന്ന യാതൊരു സ്വഭാവം എനിക്കില്ല. ഈയിടെയായിട്ടില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഇന്നലെ എല്ലാവരെയും കൊണ്ടുപോയി ഗ്രൂമൊക്കെ ചെയ്തു. തിരിച്ചു കൊണ്ടുവന്നത് കണ്ടില്ലല്ലോ നിങ്ങളാരും. പിന്നെ എണീറ്റിട്ടിട്ട് കുറേ നേരമായി. ഞാൻ രാവിലെ എണീക്കും ഇപ്പം. ഈ മുഖത്തെ വീർപ്പ് ഇതിൻ്റെ കേട്ടോ, ജലദോഷത്തിൻ്റെയാണ്, വേറെ ഒന്നുമല്ല. മണിയമ്മ അമ്മുമൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ എണീറ്റെന്ന് തോന്നുന്നു. ഇതാരൊക്കെയാ? ഉമ്മച്ചനല്ലേ? പ്രാന്തനാ ചേച്ചി. പോന്നു പോയി കാല് വിളക്കി അടുത്ത വടി ഉണ്ടാക്കാൻ. അവൻ്റെ കുക്കു ഇതാ അനുമോനിങ്ങി വന്നേ. വിളിക്കാഞ്ഞിട്ട് പിണങ്ങി നിന്നാ. ആ ചെല്ലേ മൂത്രം വെച്ചിട്ട് വന്നേ. ശുണ്ടിരിയ ആ പുള്ളി മുണ്ടൊന്നെടുത്ത് അമ്മ പെട്ടെന്ന് ആ പുള്ളി നീ വന്നിട്ടേ എടാ, അത് ഫുൾ കോസ്റ്റ്യൂം വന്നിട്ടേടാ. പുറത്തിറങ്ങി വേണം 2 പോസ് എടുക്കരുത്. അല്ല ആദിത്യവർമ്മ, അർജുൻ റെഡ്ഡി മറ്റേ മുണ്ട് കൊടുത്തിട്ടിറങ്ങി. എടാ 2 ദിവസം കഴിയുമ്പോ ഷർട്ട് എനിക്ക് തരണടാ. ഇത് മാച്ചിങ്ങ കൊല്ലു ചിന്നു അവന്. ഞങ്ങള് വന്നതേ ഉള്ളു. ഞങ്ങളുടെ അലക്കാനുള്ള തുണികളാ കിടക്കുന്നത്. ഫോണാണോടാ? ഷർട്ട് ഇല്ലാത്തപ്പോഴായിരുന്നു ഒന്നുകൂടെ ഭംഗി. അവൻ തന്നെ കണ്ണാടിയിലാ. ഇതെന്തുവാടാ കോഴിത്തൂവലോ? നീ കോഴിയെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് കോഴിത്തൂവലുള്ള ഷർട്ട് ഇടുന്നത്. കോഴി വസന്തയാ? പിന്നെയും കോഴി വസന്ത. എടാ കമ്പിളി ഊരിയിട്ടിട്ട് പോടാ, നാളെ കിടക്കണമെങ്കി. ഞാനെടുത്ത് വെച്ചിരുന്നതാ കോഴി വസന്ത. ഞാൻ ഓഫ് ചെയ്യാം. ആ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന ഇവിടുത്തെ പട്ടിയല്ല കേട്ടോ, അത് ഇവിടുത്തെ അല്ല. ഒരെണ്ണം കൂടെ കാണണ്ടയാണല്ലോ. കോക്കോ ഒറ്റയ്ക്ക് വരെ വിരട്ടുക. പാത്തു എപ്പോഴും മുമ്പായി നോക്കാൻ. ഡീ വാടി, അമ്മയുടെ കോക്കു ഇഞ്ഞു വാ. കൊക്കുമ്മി കോക്കോ. ആ പിന്നെ ഇപ്പൊ കടിച്ച അവര് മൈൻഡ് ചെയ്യുന്നില്ല അവള് കുറച്ചിട്ട്. അവനവിടെ അങ്ങ് ഇരുന്നു. കൊക്കോ ഞാൻ പോവാണേ, ഞാൻ ഉണ്ടെന്നുള്ള ധൈര്യമാണ്. ഞാൻ പോവാ. ബാ മോളിങ്ങി വാ. എന്നെ കണ്ണടിക്കാത്തൊരു ഒരുത്തി വിളിക്കുന്നു. ഇവിടെ വിളിച്ചിട്ട് ഒത്തിരി നാളായി.
അയ്യോ ഭർത്താവ് ഉറക്കവാ, അതുകൊണ്ടൊന്ന് നാത്തൂനാണെന്നൊക്കെ പക്ഷെ ഭർത്താവ് എനിക്ക് റീൽസ് നേരത്തെ അവളായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത്. ഭർത്താവ് ഞാൻ എനിക്ക് വെട്ടി ഒരു പീസിങ് എടുക്കും. 1/2 കിലോ 1/4 കിലോ എങ്ങോട്ടാ? അമ്മായിയമ്മയും അമ്മായിയമ്മയും കൂടെ മനസ്സിലായി. അച്ചാച്ചി കൊച്ചിനെ എടുത്തു. എന്തൊരു ഭാഗ്യം. എന്തോ നഖം വെട്ടിക്കൊടുക്കാൻ വരെ നാത്തൂര്. നാത്തൂന്റെ വെളുപ്പിക്കൽ തിരിച്ച് വെട്ടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വെട്ടി കഴിഞ്ഞാ അവിടെ 2 പീസ് നാത്തൂന്റെ വെളുപ്പിക്കലെന്ന് വെട്ടി കഴിഞ്ഞാൽ 1/2 കിലോ 1/4 കിലോ. ഓ നാത്തൂന്റെ വെളുപ്പിക്കൽ അത് കമന്റായിരുന്നോ? അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും അറിയാറില്ലെന്നോ? അവര് നോക്കാറില്ല. നമ്മളെല്ലാം നേരിടുന്നല്ലേ. ഇടക്കൊന്ന് നാളെ പറ്റി പോയാലും ഞാൻ നേരിട്ടു. മറ്റേ കയ്യില് കുഞ്ഞാ വെട്ടി കുഞ്ഞാച്ചൻ എണ്ണിച്ചു. കുറച്ച് ഞാൻ കടിച്ചങ്ങ് കളയും. കുഞ്ഞാച്ചൻ എണ്ണിച്ചിട്ടുണ്ട്. തെറ്റമ്മ എണീറ്റോ? എനിക്ക് റീൽസ് പാൽക്കപ്പ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് റീൽസ് എന്നോട് രാവിലെ നീ സൂപ്പർ ഒരു മീൻകറി വെച്ച് വെക്കണം, പാൽക്കപ്പ ഉണ്ടാക്കി തരാം. പാൽക്കപ്പയും മീൻകറി എരിവ് കുറച്ച് വെക്കണം, എന്നിട്ട് കിടന്ന് നിലവിളിക്കല്ലെന്നും പറഞ്ഞു. എരിവ് കൂട്ടി വെച്ചിട്ട് സ്വന്തമായിട്ട്. സുലുവമ്മേ, കാശ്മീരി മുളക് പൊടി ഉണ്ടോ? ഒറ്റ മിനിറ്റ്. ഉണ്ടോ? കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നാണോ പറഞ്ഞത്? കാശ്മീരി ഇല്ല, പിന്നെ ഇങ്ങനെ ഞാൻ മീൻകറി വെക്കും. പഞ്ചാരയില്ല, പിന്നെ ഉറക്കെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ. പഞ്ചാര, കാശ്മീരി മുളക്, അങ്ങോട്ട് തിരികെ കാശ്മീരി മുളക് പൊടി, പഞ്ചാര 1/2 കിലോ വെച്ച് പച്ചക്കറി. പച്ചക്കറി എന്റെ മോൻ കാണുന്നുണ്ടല്ലോ അല്ലേ? പച്ചക്കറി. അമ്മ വേറെന്തോ അമ്മ? അമ്മ ആചേക്ക് ചായ കൊടുക്കാൻ പോയി. ഉഴുന്ന്. ഉഴുന്ന് ഉള്ളി ചായ കൊടുക്കുന്ന ഉള്ളി. അമ്മ പറഞ്ഞു. എന്താ പറയുക, ലിസ്റ്റ് അങ്ങ് എഴുതി വെക്കട്ടെ. അമ്മ ലിസ്റ്റ് എഴുതി ഇന്നത്തേക്കെല്ലാം ഉണ്ട്, നാളത്തെ കൊണ്ടുപോകും. ഇന്നത്തേക്ക് പച്ചക്കറി ഇല്ല. ഇല്ലാണ്ട് ഞാൻ മീൻകറി വെക്കുന്നത് എനിക്കാ വയ്യ. കാശ്മീരി മുളക് അല്ലാത്ത 2 കവർ മേടിച്ചായിരുന്നു. സാധാ മുളകോ? കാശ്മീരിയുടെ മേടിച്ച് മിക്സ് ചെയ്താൽ എന്താ കഥ? സ്വന്തം നഖം പോലും വെട്ടാത്തൊരു പെണ്ണ്. അയ്യോ വെട്ടാത്തോണ്ടല്ല, അങ്ങനെയല്ല, ഞാൻ വെട്ടുമ്പോ ഈ സൈഡൊക്കെ അവൻ തിരിക്കില്ല. അവൻ തിരിക്കണ്ട, അവൻ തിരിക്കാനല്ല ഞാനിങ്ങനെ പിടിച്ചത്. എനിക്ക് കുഞ്ഞാവിന്റെ അവൻ വെട്ടിത്തരാന്ന് പറഞ്ഞാണ്. എനിക്ക് വെട്ടിത്തരാ ആളുണ്ടല്ലോ. എന്നെ കണ്ടോ? ചേച്ചി ഒരു ലിസ്റ്റ് എഴുതും. മോൻ അങ്ങനെ പോയി സാധനം മേടിച്ചോളൂ. ആളികളൊക്കെ തുറക്കാൻ 1 മണിയാവും. 500 മുട്ട വെച്ചിട്ട് 500 മുട്ട വെച്ചിട്ടുണ്ട്. ഞായറാഴ്ചയാണ്. എല്ലാവരും ചെറുതുകളിലോട്ടെ ചെറിയതിലോട്ട് സാധനം കുറച്ച് മേടിപ്പിച്ചിട്ട് കാരണം ഇപ്പോഴും തുറക്കണം അവൻ, എങ്കിലേ കാര്യങ്ങളുള്ളൂ. ഒരു ഉമ്മച്ചനെ ആശുപത്രി കൊണ്ടുവിടുന്ന സമയത്ത് എൻ്റെ തമ്മിൽ രാവിലെ ഇവിടുന്ന് കയറുന്ന ഞാനായിരുന്നു. വൈകിട്ടാകുമ്പോഴായിരുന്നു തിരിച്ച് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ കാറ് കയറി മടിച്ചു. നമ്മള് പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയി. ആ വെള്ളയല്ലേ ഒന്നും അറിയാതെ ഉറങ്ങുന്ന ഒരാളുണ്ടെന്ന് കാണിച്ചത്. ചിന്നു ഇന്നലെ എന്നോട് വന്നില്ല. പൊള്ളാടി ചിന്നു, നിങ്ങൾക്കവിടെ സ്നേഹമില്ലല്ലോ. നീ എന്താ വരാഞ്ഞേ? അത് തീർക്കാൻ ഇപ്പോൾ വരുന്നുണ്ടോ? ചിന്നുപ്പെന്നാനി 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 ചിന്നുപ്പെന്നാ. ചേച്ചി വേറെ കാര്യം കേൾക്കാൻ ഇന്നലെ ഏട്ടൻ പറഞ്ഞു 2 പാട്ടൂടെ കഴിഞ്ഞിട്ട് വരാം. ഗാനമേള കേൾക്കാൻ പോയിട്ട് 2 പാട്ടൂടെ കഴിഞ്ഞിട്ട് വന്നു. ഞാൻ കണ്ണാപ്പിച്ചിട്ട് വണ്ടിയെ ചാരി, ഞങ്ങളെല്ലാവരും വണ്ടിയെ ചാരി ഇരിക്കുന്നത്. ഞാൻ ആദ്യം പോയി ചാരി. ഇത് ഓക്കെ 2 പാട്ടൂടെ ഞാൻ പറഞ്ഞു. എനിക്ക് കണ്ടക്ടറെ കണ്ട് എന്തോ ഒരു പന്തേഴും എനിക്ക് നല്ല തലവേദന. നമുക്ക് വീട്ടിൽ പോകുന്ന ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
കാറിൽ കയറി എന്തോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തേടി ഇരുന്ന് ആടുവാവോ കാരണം ഞാൻ അപ്പൊ തന്നെ ഉറങ്ങി. അവിടുന്നേ ഉറക്കമായിരുന്നു നമ്മൾ വാവടിയിൽ നിന്ന് വന്നപ്പോഴേ. ഇവിടെ അങ്ങോട്ട് പോയപ്പോഴേ ഉറക്കമായിരുന്നു. അതെങ്ങനെയാ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ തന്നെ അടുത്ത ട്രിപ്പ് പോയില്ലേ? പോയപ്പോഴേ ഉറക്കമായിരുന്നു. എന്നോട് നമ്മൾ ആ ഇറക്കമൊക്കെ ഇറങ്ങി ചോദിച്ചു, നമ്മൾ ഇതുവഴി തന്നെയാണോ പോയത്? എന്നോട് പോയ ഈ വഴിയൊക്കെ തന്നെയാണോ നമ്മൾ പോയത്? ഒരടി കൊടുത്ത് പഠിപ്പിക്കുക. പക്ഷെ ഞാൻ എണ്ണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരത്തില്ല. പിന്നെ ഉറക്കം അതുമല്ല ഇപ്പൊ എനിക്ക് അങ്ങനെയാ. എണീറ്റ് അപ്പം ഉറക്കം വരും. നേരത്തെ എണ്ണിക്കത്തേ ഇല്ലായിരുന്നു. ചിന്നു അനാവശ്യമായി എണീറ്റിട്ട് എന്ത് കാര്യം? ഉറങ്ങിക്കോ. ആ ലോകിച്ച് നാളെയല്ലേ തിങ്കള്? നാളെയാ നിങ്ങള് നാളത്തേക്ക് തിങ്കളാഴ്ചത്തേക്ക് കൊടുക്കാൻ പേരെടുക്കും. നാളെയാ തിങ്കള്. അതിലൊന്നും എടുക്കാൻ പറ്റത്തുള്ളൂ. ആ എന്റെ ഫോണാ ഞാൻ തപ്പുന്നത്. അതാ ചായ ഒക്കെ ഉണ്ടായിരുന്നു. ചായ ചായ ഞാൻ കുടിച്ചില്ല. അത് പിന്നെ കപ്പിലും ചായ കുടിച്ചേ. അവള് ഒരു കോട്ടയായിട്ടുള്ളൂ. ദൈവത്തോട്ട് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു. ഒരു കോട്ട നമ്മൾ ഇനിയും കോട്ടും. എന്റെ പാത്തന് വേണോ? അയ്യോ ഗ്രൂം ചെയ്താന്ന് പറയുമോ? കാല സോക്സ് ഇട്ടുകൊണ്ട് നടക്കുന്നേ. നിന്നെ നീ വെറ്റ് വെച്ചിട്ട് തുടങ്ങുക. എടുത്ത് എളിയത്ത് വെച്ചോണ്ട് നടക്കണം കുറച്ച് നേരം. നല്ല അവളവിടെ അച്ഛൻ എന്ത് ചെയ്യാൻ നോക്കിക്കൊണ്ട് നടക്കും. ബിസ്ക്കറ്റിന്റെ കവർ ഇല്ലേ? ഉമ്മച്ചാ ഉമ്മച്ചാ എവിടെ എന്റെ കടവാവൽ? ആ നമ്മുടെ ഉമ്മച്ചനാണോ ഇത്? ശുണ്ടോ പുറത്ത് മരുന്ന് തേച്ചേക്കുന്ന കേട്ടോ. ഉമ്മച്ച് ഉംചു ഉമ്മ എവിടെ ഉമ്മൻ? എവിടെ ഉമ്മൻ? കടിക്കുന്ന ഉമ്മൻ എവിടെ? കടിക്കുന്ന ഉമ്മൻ. ഉമ്മൻ്റെ ചെവിയുണ്ടോ നിങ്ങൾ? എന്താ സൗന്ദര്യം. ഇനി പാത്തുവിൻ്റെ കൂടെ കളിക്കാൻ പോയിട്ട് അടിയും മേടിച്ചോണ്ടോ ഞാൻ നിന്നെ കൊണ്ട് ഞാൻ അവൻ്റെ റൂമിൽ വിടാൻ പോവാം. അജയുടെ സുഡ സുലോചന ദോശ കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട്. 10 ദോശ കഴിക്കും എന്ന അഹങ്കാരത്തിൽ ഇരിക്കുന്ന അച്ചാച്ചി 10 എണ്ണം പെട്ട് 3 എണ്ണം കഴിച്ചു കാണില്ലേ. കിടുവിൻ്റെ ആന. കിടു കാട്ടാൻ ഇറങ്ങി. അയ്യോ ആന ആന നടന്നു പോകുന്നുണ്ടല്ലോ. ആന കിടു കാട്ടാന. ആലപ്പുഴ ജിങ്കാന. എന്താടാ പറഞ്ഞേ? ആലപ്പുഴ ജിങ്കാന. ആലപ്പുഴ ജിങ്കാന. ഇവൻ എല്ലാ സിനിമയും കാണുന്നുണ്ട്. കണ്ണാപ്പിന്ന് അലാറം പ്ലേറ്റ് ആയിപ്പോയി. അല്ല ഇനി വരൂ. ആ സൗന്ദര്യം ഞാൻ പകർത്തട്ടെ. ഇനി വരൂ ആരാധകരെ മാറി നിൽക്കൂ. ഈ സൗന്ദര്യത്തിന്റെ മുന്നിലാണ്. ഈ സൗന്ദര്യത്തിന്റെ മുന്നിൽ മയങ്ങി പോവാത്ത ആരെങ്കിലും ഉണ്ടോ? മറ്റേ സ്പൈഡർമാന്റെ എന്റെ ചാച്ചി ഇന്നലെ ഞങ്ങൾ പോയ വഴിക്കേ ഒരുത്തൻ ഇവനെ കണ്ട് ഇച്ചിരി കൂടെ ഉണ്ട്. അവൻ ബാറ്റ്മാനാന്ന്. ഇടിച്ച് പരിപ്പിളക്കുമെന്ന്. അവർ തിരുവനന്തപുരംകാരൊരു ടീം മൊത്തം ഉണ്ട് വണ്ടിയിൽ. നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞോണ്ട് ഇവൻ അങ്ങോട്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു ഡയലോഗ്, കർഷകനല്ല വേണം കളവറിക്കാൻ ഇറങ്ങിയതെന്ന്. ഭയങ്കര പ്രശ്നം. അവസാനം എന്നാണ് ഇതെന്നറിയോ? ഫോണങ്ങ് എടുത്ത് ഇന്ന് പോലീസിനെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യാം, ഒരു ജയിലിൽ ബാറ്റ്മാനും ഒരു ജയിലിൽ സ്പൈഡർമാനെ ഇടാന്ന്. രണ്ടും കൂടെ കച്ചറ വഴക്കവിടെ. എന്തുവാ കാരണം നീ പുതയ്ക്കുമല്ലോ, നീ മീറ്ററോട് പോലെ ചുരുളുമല്ല അതില്. ഇവ കാറിലാ കിടന്നേ. സത്യം. നീ തന്നെ അല്ലേടാ മേളത്തെ ഷെഡിൽ പോയത്? അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്ത് ഷർട്ടിന് നെഞ്ചു തരാറിച്ചു. ഞാൻ ഉമ്മച്ചനെ കൊടുത്തു വിട്ടു. ആ കിച്ചുവിൻ്റെ അവൻ്റെ ഓയിൽമെന്റും കൂടെ അജയുടെ എന്റെ നഖം വെട്ടി തന്നു. അമ്മു എല്ലാം ഉണ്ടോരോ. അല്ലേലും സ്നേഹമുള്ളവരെല്ലാം നാം വെട്ടിത്തരൂ. കൺമണി. ഈ കളറിന്റെ പേരെന്തോ? ഈ കളറിന്റെ പേരറിയാവുന്നൊരു കമന്റ്. എനിക്കറിഞ്ഞൂടാ, കണ്ടു ഇഷ്ടപ്പെട്ടു പോവാൻ. എന്റെ കയ്യിലേയും കാലയിലേയും നഖം വെട്ടി തന്നെ. എന്നിട്ട് നെയിൽ പോളിഷ് അടിച്ചു. അച്ചാച്ചിയല്ല വെട്ടി തന്നെ. ഓ അങ്ങനെ അങ്ങനെ സ്നേഹമുള്ളവർ വെട്ടി തരും.
അച്ചാച്ചി അതങ്ങനെ ആദ്യം അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി പിന്നെ പ്ലേറ്റ് കൊണ്ടുപോയി. അങ്ങ് കൊണ്ടല്ലോ, അങ്ങ് ഫീൽ ചെയ്തല്ലോ. എടാ 2 ദിവസത്തിൽ നഖം വളരും, നീ വെട്ടിക്കോ. പാണ്ടാ കട്ടിലേല് കലക്കി, നീ കലക്കി. സാരമില്ല, അവൻ 2 മാസമായിട്ടല്ലേ വെട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ജീവിതകാലം മൊത്തം കിടക്കുമല്ലേ നഖം വെട്ടാൻ. നഖം വെട്ടണോ? പകരം നീ വേണേ അമ്മൂന്റെ നഖം വെട്ടിക്കോ. വേണ്ട കുഞ്ഞാതെ ഈ കൊച്ചിന്റെ കൈ നിറയെ നഖം. ഇത് തരത്തില്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്റെ നഖം വളർത്തിയില്ലെങ്കിലത്തെ അവസ്ഥ നോക്ക്. ഇത് നമ്മൾ എന്റെ നഖം മുളത്തിയാലത്തെ അവസ്ഥ നോക്ക്. ചേച്ചിയുടെ ഗുളിക അതാണോ രാവിലെ ഇട്ട് വന്നത്? വലത്തെ കയ്യിലടിക്കണ്ടല്ലോ. വലത്തെ ഇത് ഏത് കയ്യിലടിച്ചാലും അറിയുന്നില്ല. കളർ അറിഞ്ഞു, അമ്മാതിരി കളർ. ഈ കളർ ഇടൂ. ആ മാജിക്കൊന്ന് കാണിച്ചേ. ആ മാജിക്കാനൊന്ന് കാണട്ടെ. ചിന്നു വരെ വന്ന് മാജിക്കാണ്. എല്ലാരും കണ്ടോണേ കിടൂന്റെ മാജിക്ക്. ആ അങ്ങോട്ട് കാണിച്ചാൽ മതി, ഇങ്ങോട്ട് കാണിച്ചാൽ നീ മേടിക്കും. അയ്യേ താഴെ വീണേ, അത് ഒട്ടിയിരിക്കണം. ഇതിനും വേണ്ടി ചമ്മാൻ എവിടെ നിന്ന് സമയം? നിന്റെ അമ്മയും ചമ്മിച്ച്. ഞങ്ങൾ അങ്ങനെ വെച്ച ഫോണ് 2 ദോശയോടുകൂടി അച്ചാച്ചി മുന്നേറുന്നു. 5ാമത്തെ ബിസ്ക്കറ്റോടുകൂടി കിച്ച് മുന്നേറുന്നു. ചൂട് ദോശ കൈ പൊള്ളുന്ന പോലെ കൊടുത്താൽ അച്ചാച്ചി കഴിച്ചുകൊണ്ടിരിക്കും. ഈ ചെറുക്കൻ ഈ ബിസ്ക്കറ്റൊക്കെ തിന്നുള്ളൂ. ചിന്നുവിൻ്റെ കൂട്ടാ. എവനും ചിന്നും ബിസ്ക്കറ്റ് മാത്രമേ തിന്നു. കണ്ണാ ഞാൻ ലിസ്റ്റ് എഴുതട്ടെ, ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? കാരണം ഞാൻ കണ്ണനെ പറഞ്ഞു വിട്ടോളാം, നിന്നെ പറഞ്ഞോട്ടെ ഇന്നെങ്കിലും പോയിട്ട് വരത്തില്ല. മാത്രമല്ല 10 സാധനത്തിന് നീ എന്നെ 11 തവണ വിളിക്കും. 10 തവണ സാധനത്തിനും 11ാമത്തെ തവണ ഗൂഗിൾ പേ ചെയ്തോന്നറിയാനും, എന്നാലും സ്വന്തം ബാലൻസ് നോക്കുമല്ല. അമ്മ എനിക്കൊരു പേനയും പേപ്പറും തന്നേ. 5000 രൂപ ഗ്യാസ് ബാക്ക് ഒന്നും ആദായം, പക്ഷെ പൈസ ഒന്നും വരുന്നില്ല. ഗ്യാസ് ബാക്ക് മെസ്സേജ് മാത്രമേ. അമ്മ എന്നും തിന്നുമല്ല, ഇങ്ങനെ മഞ്ഞ വിളിച്ചാൻ. അച്ചാച്ചി ദോശയാണ് കഴിക്കുന്നത്. ദോശ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. എന്തെടുക്കുവാ എൻ്റെ കുഞ്ഞ്? സ്പൈഡർമാൻ എന്തെടുക്കുവാ? നീയല്ലേ ഇട്ടാപ്പൊട്ടിയിട്ട് പൊട്ടിച്ചേ? ഇട്ടാപ്പൊട്ടിയിട്ട് പൊട്ടിച്ചിട്ട് സ്വന്തമായിട്ട് തൂത്തുവരുന്ന നല്ല കുഞ്ഞ്. സ്പൈഡർമാൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടാണ് തൂത്തുവരുന്നേ. എന്താ കള ഇവിടെ ആരും തൂത്തു വരാത്തേ? പറയുന്നില്ലേ ഇവിടെ കുറേ പെണ്ണുങ്ങളുണ്ടെന്ന്, ഒന്നും അടിച്ചു വരില്ല. ഇത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ തൂക്കുന്നത്? എൻ്റെ പൊന്നുമോ പാവം, എന്തൊരു കഷ്ടപ്പെട്ട ജീവിതം അല്ലേ കളെ? അങ്കൻവാടി പോകണം, അടിച്ചു വാരണം, അലമാരി കീഴ് വരെ കയറി അല്ലേ? അവൻ ശരിക്കും തൂത്ത് കൂട്ടുന്നുണ്ട്. അവൻ്റെ ഇട്ടാ പൊട്ടിയാ. ചപ്പോരി എന്തിയടാ? അപ്പം എടുത്തോളം തരണോ? അതാ പറഞ്ഞേ, സ്പൈഡർമാൻ അത് അടിച്ചു വരുന്ന നോക്കിക്കോണം. അറിയാമോ നിനക്ക്? എടാ ആരെ പിടിച്ചോണ്ട് പോവും? അപ്പയാണോ അപ്പൊ പണി ചെയ്യിപ്പിച്ചേ? അല്ല നിക്ക് ആരാ ഇട്ടാപ്പൊട്ടി പൊട്ടിച്ചേ? ബോംബിട്ട് പൊട്ടിച്ചതാ നീ ഇവിടെ ഈ തറയില്. ഞാൻ സ്പൈഡർമാൻ ജയിലിൽ കിടക്കും. പോലീസിനെ വിളിക്കാം നമുക്ക്. ഇട്ടാപ്പൊട്ടി ഇട്ടൊരു ചെറുക്കൻ തറ മൊത്തം നശിപ്പിച്ചെന്ന് പറഞ്ഞേ. എന്റെ മേത്തൊക്കെ തെറിച്ച് പൊള്ളി. കണ്ട കൈ പൊള്ളി അപ്പയുടെ. ഇതൊക്കെ പൊള്ളിയതാ. ഇതൊക്കെ നീ ഇട്ടാപ്പൊട്ടി പൊട്ടിച്ചപ്പോ. നീ എന്നിട്ട് പറഞ്ഞ മാമനെ അപ്പയും പോലീസ് പിടിക്കുവന്നല്ലേ? നീ ഇട്ടാപ്പൊട്ടി ഇട്ട് നശിപ്പിച്ചിട്ട് നീ തന്നെ ചൂലെടുത്തോണ്ട് വന്ന് നീ തന്നെ തൂത്തുവാരിയിട്ട് ആണോ പോലീസ് പിടിക്കുവോ? അവിടെ ഇട്ടേരടാ, ഇടറാ അവിടെ. മതി, ഇത് വരയ്ക്കുന്ന വര മാത്രം.
കുളിച്ചിട്ട് പോകുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. കുളിച്ചിട്ടില്ല. എന്റെ കോപ്പി റൈറ്റ്. ഇങ്ങോട്ട് ഒന്ന് കാണട്ടെ. നാണിച്ച് നോക്കല്ലേ. ആ തലയൊന്ന് പുറത്തോട്ടിട്ടേ. രാവിലെ അവന്റെ അമ്മ പറഞ്ഞു കോഴിയുടെ പപ്പും കൂടെയോ. എന്നാ തലയൊന്ന് കാണട്ടെ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. കണ്ണോട് എഴുതി കവളത്തൊരു കുത്തും കുത്തി വിടട്ടേടാ. പൗഡർ ഓടിച്ച് അത് പട്ടി വരെ കുറയ്ക്കുക. എന്നോട് പിണങ്ങി വീട് വിട്ടു പോവാ. അവിടെ തോന്നുന്നു രാവിലെ ഞാൻ ചെലന്തിയെ കണ്ടേ. ഇനി പോരെ ചെലന്തി കടിക്കും. ബാ അപ്പൊ സോറി പറഞ്ഞു. ബാ അപ്പൊ ഇനി വഴക്കുണ്ടാക്കത്തില്ല. ബാ തെറ്റ് മൊത്തം നിന്റെയാ, പക്ഷെ സോറി ഞാൻ പറയാം. എന്നാ പിന്നെ എന്താ പറഞ്ഞാലോ നീ കേക്കുന്നേ? സോറി പറഞ്ഞാലും നീ പോത്തില്ലേ? പോവോ? സോറി പറഞ്ഞ എങ്ങോട്ട് പോവും? നീ എവിടെ പോവാ? മണിയണ്ണന്റെ കടയിൽ പോയിട്ട് എനിക്ക് എന്താ മേടിച്ചോണ്ട് വരും? മണിയണ്ണന്റെ കടയിൽ പോയിട്ട് എന്താ മേടിച്ചോണ്ട് വരും? കൊറേ പരിപ്പോടെയോ? അപ്പൊ നീ വണങ്ങി പോവല്ലേ? പിന്നെ എവിടെ പോവാ? കൽക്കട്ട പോവാണോ? ആ എൻ്റെ കുഞ്ഞ് കൽക്കട്ട പോവാ. കൽക്കട്ട പോയിട്ട് കൊറേ സാധനം മേടിക്കുമോ കൽക്കട്ട പോയിട്ട്? എങ്കി വാടാ പപ്പിച്ചെറുക്ക. എടാ കൽക്കട്ട ഇങ്ങി വാ. ഇന്ന് ട്രെയിനില്ല. നടന്നു പോവോ കൽക്കട്ട വരെ? അത് കൊള്ളാം. എടാ ഇന്ന് കൽക്കട്ട അവധിയാ, ഞായറാഴ്ച. കൽക്കട്ട ആദ്യം പോയി കുളിക്കില്ലെങ്കിൽ അമ്മൂൻ്റെ നിന്ന് കിട്ടും കൽക്കട്ടയ്ക്ക്. പൊന്നു പറഞ്ഞ് രണ്ടാമത് കൽക്കട്ട. അതിന് എന്തോ ചെയ്യണം തണ്ടാ നിൽക്കുന്നതിന്? അലക്കോടലക്ക. മറ്റേ ഇല്ല സ്വപ്നക്കൂടിലെ കൊച്ചിങ്ങനീഫയുടെ കൂട്ടാ പാതിരാത്രി മൊത്തം അലക്ക. ആ കിച്ചു ആരാ മോനെ? ഈ കിച്ചുവിൻ്റെ പരിപാടി എന്തുവാടാ? നീ പോവല്ലേ? പാപ്പയ്ക്ക് വേറെ കുഞ്ഞില്ല. അപ്പടി സുന്ദരം പോവല്ലേ? കൽക്കട്ടയ്ക്ക് പോവല്ലേ? കൽക്കട്ട ചെലന്തി ഉണ്ട്. കൽക്കട്ട ചെലന്തി ഉണ്ട്. എടാ ചെലന്തി ഉണ്ടോ കൽക്കട്ടെ? കളിപ്പാട്ടം മേടിക്കാനാണോ കൽക്കട്ടയ്ക്ക് പോകുന്നേ? ഞങ്ങൾ തിരിച്ചു പോവാ. അച്ഛനെ പച്ചമുളക് നിറച്ച് കായ്ച്ച്. താഴെ വീഴാതിരിക്കാൻ വേണ്ടി എൻ്റെ പട്ടീൻ്റെ ബെൽറ്റ് വെച്ചാണ് ചെടി കെട്ടി വെച്ചേക്കുന്നത്. അതാണ് ബുദ്ധിമതി. എന്തോ ഉണ്ടാക്കി തരത്തില്ലെന്ന്? മരം വെച്ച് വണ്ടി ഉണ്ടാക്കുവാ? അതെന്താ തരാത്തെ? അതെന്താ തരാത്തെ? തൂത്തുവാരിയിട്ട് പിടിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എടേ നിന്റെ മണിയമ്മ അവൻ കൽക്കട്ടയ്ക്ക് പോവാന്ന്. അവനിപ്പോ ചെലന്തിയൊന്നും പേടിയില്ല. ഇനി ചെറുതിയെ കാണിച്ചു കൊടുക്കണം. എന്റെ മണിയമ്മ വയ്യാത്ത തടുമ്പോ അവന്റെ പുറകെ നിൽക്കണ്ട. അവൻ നടന്ന് കൽക്കട്ടയ്ക്ക് പോകുന്നവനാ. ചെലതിയെ ഇന്ന് പോവല്ലേ മലപ്പുറത്ത് 2 ദിവസം കഴിഞ്ഞപ്പോ ഇട്ടിട്ട്? പറ്റിച്ചാണോ? ആ അപ്പൊ നമ്മൾ കൂട്ടുകാരെ സെറ്റ്. പൊന്നു മോനാ അല്ലേ? ആ നീ അപ്പ വഴക്കുണ്ടാക്കുവോ? ആ വണ്ടി ഉണ്ടാക്കി തരും. ആണോ? വാ പോയി കുളിക്കാം നമുക്ക്. വാ. ആണോ? അപ്പൊ ജമ്പ് ചെയ്തേനെ ഇപ്പോ. ആ ഇനി പിണങ്ങി കൽക്കട്ടയ്ക്ക് പോവല്ലേ? ആ ശരി ശരി.